LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ കൽപ്പാത്തിയിലാണ് ഇപ്പോൾ ഉള്ളത്. കോഫി വിത്ത് സരിൻ ആ പരിപാടിയുമായി ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കിക്കുകയാണ്. പ്രധാനമായും ഈ കോഫി വിത്ത് സരിൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് പാലക്കാടിന്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കൽപ്പാത്തിയിലാണ്. അതെ, നമ്മൾ ഓരോ പ്രദേശത്തിന്റെയും സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന പൊളിറ്റിക്സ് പറയുക, അത് നടപ്പിലാക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കുക. ഒരു സൈഡിൽ കൂടെ നടക്കാം. ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇന്നത്തെ ദിവസം അത് നല്ലതല്ല. അപ്പോൾ അതിനുവേണ്ടി ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, അവരിൽ നിന്ന് കേൾക്കാനുള്ള കാര്യങ്ങൾ, രണ്ടിനും ഇങ്ങനൊരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ മാറ്റിവെച്ചാൽ അത് ഈ നാടിന് നല്ലത് തന്നെയാണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പായിട്ട് ജനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലായത്. ഇന്നലെ അങ്ങനെ ചെയ്തു. ഇന്നും ഇനിയുള്ള 5 ദിവസങ്ങളിലും അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് കൽപ്പാത്തിയിലെ 2ാം തേരായതുകൊണ്ട് രാവിലെ വലിയ തിരക്കില്ലാത്തതുകൊണ്ടാണ് കൽപ്പാത്തി തിരഞ്ഞെടുത്ത് ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു കോഫിയൊക്കെ കുടിച്ച ആളുകളെ കണ്ട് ഇങ്ങനെ മണിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കാപ്പി കുടിച്ചിട്ട് തുടങ്ങി രാവിലെ. കൽപ്പാത്തിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇന്നലെ പങ്കുവെക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിന്റെ വികസനത്തിന് ആവശ്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കൽപ്പാത്തിയിൽ നിൽക്കുമ്പോൾ, ഈ അഗ്രഹാര വീതി കൂടി നടക്കുമ്പോൾ ഈ കൽപ്പാത്തിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അതിനെന്തൊക്കെ ഒരു പദ്ധതികളാണ് മനസ്സിൽ കാണുന്നത്? കൽപ്പാത്തി എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ പൈതൃകത്തിന്റെ ഒരു മാതൃകയാണ്, ഒരു ലൈവ് മോഡൽ, ഒരു ലിവിങ് മോഡലായി മാറണം. ഇനി അത് ഇവിടെ ജീവസുറ്റ കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ ഐഡൻറ്റിറ്റിയെ കൂടുതൽ വരുന്ന തലമുറയിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരിക്കാം, പുതുക്കിയെടുത്തുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഹെറിറ്റേജ് ഗ്രാമം എന്നുള്ള രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള പരിഗണനകളിലേക്കും വളർത്തിയെടുക്കണം. ഇവിടുത്തെ 3-4 കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അതിവിടുത്തെ ഭാഷ, 2 ഇവിടുത്തെ ആചാരങ്ങൾ, 3 ഇവിടുത്തെ പാചകത്തിൻ്റെ രുചികൾ, 4 ഇവിടുത്തെ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് 4ഉം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി ജനങ്ങളിലേക്ക്, ലോകത്തിലേക്ക് കൂടുതൽ എത്തിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു മ്യൂസിക്കൽ ബിനാലെ, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഒരു സ്ഥിരം വേദി, നിശാഗന്ധി ഓഡിറ്റോറിയം തിരുവനന്തപുരത്തൊക്കെ ഉള്ളതുപോലെ സംഗീതത്തിന് ഒരു സ്ഥിരം വേദി കൽപ്പാത്തിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി കൽപ്പാത്തിയുടെ രുചികൾ പുറം ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള മറ്റൊരാലോചന. ഇവിടെയുള്ള അഗ്രഹാര ചുവരുകളെ എങ്ങനെയാണ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകളിലൂടെ, പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്ക് വരെ നമ്മൾ ഇന്ന് യൂട്യൂബേഴ്സ് എത്ര പേരാണ് ഇന്നലെ 1ാം തേരിൽ ഇവിടെ വന്നതെന്ന് കണ്ടതാണ് നമ്മൾ. ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യൂവേഴ്സ് ഈ ഒരു ഉത്സവത്തിന് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചുമരുകളെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ലോകോത്തര ബ്രാൻഡുകളുടെ ഡിസ്പ്ലേ കൊണ്ടുവരാൻ സാധിച്ചാൽ അതുണ്ടാക്കിയെടുക്കുന്ന അതുണ്ടാക്കിയെടുക്കാൻ പോകുന്ന വരുമാന മാർഗം, പ്രത്യേകിച്ച് വയസ്സായ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരും അച്ഛന്മാരും മാമിമാരും മാമന്മാരും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അവർക്കൊരു വലിയ അനുഗ്രഹമായി മാറും. കൽപ്പാത്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നിന്ന് നോക്കുന്ന സമയത്തുള്ള ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു വിഷയമുണ്ട്. വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രശ്നം മഴക്കാലമായാൽ പല കോളനികളെയും ബാധിക്കുന്നത്, നേരിട്ട് അഗ്രഹാരങ്ങളെ ബാധിക്കുന്നില്ലെങ്കിലും ചുറ്റുമുള്ള കൽപ്പാത്തിയിലെ ഹൗസിംഗ് കോളനികളെ ബാധിക്കുന്നു. ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. കൽപ്പാത്തിക്ക് മാത്രമായി ഒരു പാക്കേജ് നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലുണ്ട്. കൽപ്പാത്തിയുടെ ഒരു സാധ്യതയെ ഇതുവരെ നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. കൽപ്പാത്തിയുടെ സാധ്യതകളെ മാത്രമല്ല, പാലക്കാടിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കാൻ പരാജയപ്പെട്ട ഒരു MLA ഇവിടെ എന്താണ് ചെയ്തത്, എന്തൊക്കെ ചെയ്തില്ല എന്ന് ജനങ്ങൾ ഇന്ന് തിരിച്ചറിയാണ്. ആ തിരിച്ചറിവിൻ്റെ പേരിൽ തന്നെയാണ് രാജിവെച്ചു പോയ ഒരു MLAയുടെ ഒഴിവിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാജിവെച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാൻ അവരവതരിപ്പിക്കുന്ന പുതിയ സ്ഥാനാർത്ഥിയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് 4 ആഴ്ച മുന്നേ ജനമെടുത്ത തീരുമാനമാണ്. ഓരോ ദിവസം കഴിയും തോറും അതിലേക്കായിട്ടുള്ള കാരണങ്ങൾ അവർക്ക് കൂടുതലായി വരുന്നു എന്ന് മാത്രം. കഴിഞ്ഞ 13.5 വർഷം ചെയ്യാത്തത് 1.5 വർഷം കൊണ്ട് ചെയ്ത് കാണിക്കാം. അതിന് ഭരണത്തിന്റെ കരുത്ത് ഉണ്ട് എന്നാണ് ഞാനതിൽ പറയുന്ന മറ്റൊരു കാര്യം. ഇതിന്റെ ദിവസക്കണക്ക് നോക്കിയാൽ 13.5 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 5000 ദിവസം വരും. ആ 5000 ദിവസങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു പാലക്കാട്. ഏറിയാൽ 500 ദിവസങ്ങളോ 500 ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ ദിവസങ്ങളോ ആണ് 1.5 വർഷത്തിൽ മാത്രം കാലാവധിയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഉണ്ടാവണം. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് 5000 ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയതൊക്കെ 500 ദിവസങ്ങൾ കൊണ്ട് വീണ്ടെടുക്കാനും ചെയ്യുമെന്നും ചെയ്ത് കാണിക്കുമെന്നും ചെയ്തിരിക്കുമെന്നും പറയുമ്പോൾ ജനങ്ങൾക്കത് ബോധ്യം വരികയാണ്. ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് അത് വാങ്ങിയെടുക്കാൻ, നടപ്പിലാക്കാൻ, ഇവിടെ ചെയ്യുമെന്ന് പറയുന്ന ഒരാളെ ചെയ്ത് കാണിക്കാനുള്ള അവസരത്തിലേക്ക് ജനങ്ങൾ കൂടെ കൂട്ടും.
ഈ സെറിന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ ഈ കോൺഗ്രസ് പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഈ അവസാന ഓരോ ഘട്ടം എത്തുമ്പോൾ UDFന്റെ ഭാഗത്ത് ഒരു ആത്മവിശ്വാസക്കുറവ് ഇവരുടെ ഭാഗത്തുണ്ട്. അത് അവസാന ഘട്ടമാകുമ്പോൾ പുറത്തേക്ക് വരുന്നു എന്നേ ഉള്ളൂ. ഡെസ്പറേഷൻ കൊണ്ട് ഇന്നലെ ചെയ്തു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടല്ലോ. ചേലക്കരയിലെയും വയനാട്ടിലെ പോളിംഗ് ശതമാനം ഒന്ന് നോക്കൂ. 10% ഇടിവെന്ന് പറഞ്ഞാൽ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു എന്നല്ലേ. സ്വന്തം സ്ഥാനാർത്ഥിക്ക് പോളിംഗ് കഴിയുമ്പോൾ തന്നെ ഭൂരിപക്ഷത്തിൽ 1 ലക്ഷം കുറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ജനങ്ങൾ കൊടുത്ത പാഠമുണ്ടല്ലോ. അതാണ് ജനാധിപത്യത്തിന്റെ ശക്തി. തോന്നിവാസം കാണിച്ച് 5 മാസം കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ സൗകര്യമുള്ളൂ എന്ന് അവിടെ പറഞ്ഞ പോലെ ഇവിടെ ജനങ്ങൾ പറയും. ഇവിടെ ഇട്ടിട്ട് പോയ ആളേക്ക് ഞങ്ങളുടെ വോട്ടിന്റെ വില എന്താണെന്ന് പഠിപ്പിക്കും. വിലയേറിയ വോട്ടുകൾ നേടി ജയിക്കാൻ വേണ്ടിയാണ് അനൗൺസ്മെന്റ് എല്ലാവരും നടത്തുക. നിങ്ങളുടെ സമ്മതിദാനാവകാശം, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഇന്ന ചിഹ്നത്തിൽ രേഖപ്പെടുത്തുക എന്ന് 3 മുന്നണിയും പറയും. 2021 അങ്ങനെ പറഞ്ഞൊരു മുന്നണിക്ക് ജനങ്ങൾ ആ വോട്ട് കൊടുത്തു. ആ ജനങ്ങൾക്ക് വിലയില്ലെന്ന് പറഞ്ഞ് ഇവിടെ രാജിവെച്ചു പോയ ഒരാളെ ശിക്ഷിക്കാൻ ജനാധിപത്യ പാലക്കാട് തയ്യാറെടുക്കുകയാണ്. ഇവിടെ പോളിംഗ് ശതമാനം കൂടും. അത് കൂടുന്നതോടുകൂടി കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നമ്മുടെ ആത്മവിശ്വാസം എത്രത്തോളാണ്, എങ്ങനെയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻപും പറഞ്ഞിട്ടുണ്ട്. VD സതീശന്റെ ആത്മവിശ്വാസത്തിന്റെ നിലവാരം പരിശോധിച്ചാൽ മതി. തൃക്കാക്കരയിൽ 25,000 വോട്ടിന് ജയിച്ച, പുതുപ്പള്ളിയിൽ 37,500 വോട്ടുകൾക്ക് ജയിച്ച ആൾ ഇവിടെ പറയാണ് ഇവിടെ 10,000 വോട്ടിന് ഞങ്ങൾ ജയിക്കുന്നു. എന്തായാലും അദ്ദേഹം 10,000-ലേക്ക് അത് കുറച്ചു കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അറിയാം ഇവിടെ അദ്ദേഹം 10,000 വോട്ടിനെങ്കിലും തോൽക്കുമെന്ന്. എന്നാലും പറഞ്ഞു നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ പൊളിറ്റിക്കൽ മാനേജ്മെന്റ്, ഇലക്ഷൻ മാനേജ്മെന്റ് ഒക്കെ നടത്താൻ കഴിവുണ്ടെന്ന് സ്വയം പറയുന്ന ഒരാള് ഇത്രമാത്രം ഇലക്ഷനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടും ഈ ഒരു അവസ്ഥയിലാണ് സ്വന്തം അസസ്മെന്റ് എങ്കിൽ തോൽക്കുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നല്ലേ പുതുപ്പള്ളിയിൽ നിന്നും തൃക്കാക്കരയിൽ നിന്നും കോൺഗ്രസ്സുകാരോട് തന്നെ പറയുന്ന മെസ്സേജ്. മുരളീധരൻ കഴിഞ്ഞ ദിവസം പി സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. മുരളീധരൻ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഉണ്ടായിരുന്നു, പി സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണ്. നമ്മുടെ മിടുക്ക് ജനങ്ങൾ അറിയുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. നേതാക്കൾക്ക് അതറിയാം, കോൺഗ്രസിലെ പ്രവർത്തകർക്ക്, പാലക്കാട്ടെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് അറിയാം. ആ മിടുക്കിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും കോൺഗ്രസ്സുകാർ മനസ്സറിഞ്ഞ് തീരുമാനിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാനിത് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ 3-ാം സ്ഥാനത്ത് പോകുന്ന യഥാർത്ഥ കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ എന്തുകൊണ്ടും മിടുക്കനായിട്ടുള്ള ഒരാൾ പാലക്കാട് ജയിച്ചു വരേണ്ടത് കോൺഗ്രസിന്റെയും കൂടി ആവശ്യമാണ്, UDFന്റെ ആവശ്യമാണ്. എന്തായാലും പാലക്കാടിന്റെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിശോധിച്ചറിയാനും അതിന് മറ്റൊരു മരുന്ന് നിർദ്ദേശിക്കാനും ഈ സ്റ്റെതസ്കോപ്പ് ഉപകരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ രോഗിയുടെ അവസ്ഥ എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ പരിശോധിച്ച് അതിന് മറ്റ് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ, പരിശോധനകൾ കൂടുതൽ വേണോ എന്ന് വിലയിരുത്തി പിന്നെയാണ് ചികിത്സ തുടങ്ങുക. അതുപോലെ തന്നെയാണ് ഒരു പൊതുപ്രവർത്തകനും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാദ്യം ഉണ്ടാകണം. അതില്ലാത്ത ഒരാളെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായാൽ അവരവരെ തള്ളിക്കളയും. ആ തള്ളിക്കളയൽ നേരിടേണ്ടി വരുന്ന ഒരു ക്യാമ്പായിട്ട് UDF മാറിയിട്ടുണ്ട്. അത്തരം പരിശോധനകൾ നടത്തിയാണ് ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ മനസ്സിൽ. അതെ, അത് തന്നെയാണ് കോഫി വിത്ത് സരിൻ എന്നുള്ള ഈ പരിപാടിയിലൂടെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മനു, വിനുഷ, കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിലൂടെ ആളുകളുമായി സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. പാലക്കാടിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പാലക്കാടിന് വരുംഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് സരിനുണ്ട്. അത് ജനങ്ങളുമായി പങ്കുവെക്കുന്നു, ജനങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വന്തം കാഴ്ചപ്പാട് കൂടി, തൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നുകൂടി ജനങ്ങളുമായി പങ്കുവെക്കുന്നു. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ.